ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയിൽ കടുത്ത നടപടിയുമായി കേന്ദ്രം വരുന്നു എന്നൊരു വാർത്തയുണ്ട്. ഇൻഡിഗോ വിമാന കമ്പനിക്ക് 22 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. പിഴയ്ക്ക് പുറമെ 50 കോടി രൂപയും കെട്ടിവെക്കണം. DGCA നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ 50 കോടി തിരിച്ചു നൽകുമെന്നറിയുന്നു. 6 ഇൻഡിഗോ ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പിയാസുനിൽ, ഇതാണോ DGCA പറഞ്ഞ ഇൻഡിഗോയ്ക്കെതിരെയുള്ള നടപടികൾ? കാര്യം ഇൻഡിഗോ വല്ലാതെ വലച്ചിരുന്നു ഒരു സമയത്ത് യാത്രക്കാരെ. ഈ സർവീസുകൾ വെട്ടിക്കുറച്ചത് കാരണം യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടു. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇതിൽ കുടുങ്ങിയത്. അത് DGCA കണ്ടെത്തി. ഇപ്പോൾ 22 കോടി രൂപ പിഴ, 50 കോടി രൂപ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നതിന് വേണ്ടിയിട്ട് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കണം. ഇതാണോ DGC ഇപ്പോൾ പിഴയിട്ടിരിക്കുന്നത് പിയാസുനിൽ ഇൻഡിഗോയ്ക്ക്? അരുൺ, DGCA നിയോഗിച്ച 8-അംഗ സമിതി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പിഴ ചുമത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു ദിവസം 30 ലക്ഷം രൂപ എന്ന ക്രമത്തിലാണ് 68 ദിവസത്തേക്ക് 22 ലക്ഷത്തിലധികം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതുകൂടാതെയാണ് അരുൺ പറഞ്ഞതുപോലെ 50 ലക്ഷം രൂപ ഇൻഡിഗോ DGCAയിൽ കെട്ടിവെക്കണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻഡിഗോ കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ ആ 50 കോടി രൂപ തിരിച്ചു നൽകും. അങ്ങനെ 22 ലക്ഷം രൂപ പിഴ ചുമത്തി, ഒപ്പം തന്നെ 50 കോടി രൂപ DGCAയിൽ കെട്ടിവെക്കണം. മാത്രമല്ല അരുൺ പറഞ്ഞതുപോലെ 6 ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീതും നൽകിയിട്ടുണ്ട്. 30,000-ഓളം വിമാനയാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയ ഒരു സാഹചര്യമാണ് ഡിസംബർ മാസത്തിൽ ഇൻഡിഗോയുടെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഏതായാലും ഇക്കാര്യത്തിൽ മനഃപൂർവ്വമുള്ള നീക്കം ഇൻഡിഗോയിൽ നിന്ന് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട്. 2500-ലധികം വിമാന സർവീസുകളാണ് റദ്ദായത്. അപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും നടപ്പാക്കാതെ അനാവശ്യമായി ഇൻഡിഗോ പ്രതിസന്ധി ഉണ്ടാക്കി. ആ പ്രതിസന്ധി യാത്രക്കാരെ വലച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വലിയ പിഴ ചുമത്തിക്കൊണ്ട് ഇൻഡിഗോയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. ഏതായാലും ഏറ്റവും വേഗത്തിൽ തന്നെ ഈ 22 കോടി രൂപ പിഴയായി DGCAയിൽ അടയ്ക്കണം. ഒപ്പം തന്നെ 50 കോടി രൂപ കെട്ടിവെക്കുകയും ചെയ്യണം. അതാണ് ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു ശിക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ 10% ഇൻഡിഗോയുടെ സർവീസുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. 60%-ലധികം സർവീസുകൾ ഇൻഡിഗോ ആണ് നടത്തിയിരുന്നത്. അപ്പോൾ 50%